ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിതാ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടേ ഇങ്ങാപ്പുറന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ലാമിക്കുട്ടിയും ഇക്കാക്കയൊക്കെ അവസാന റൗണ്ട് ഒരുക്കത്തിലാണ്. ലാമിക്കുട്ടിക്ക് ഉപ്പച്ചി വരുന്നതെന്ന് കേട്ടപ്പോൾ നിൽക്കപ്പുറത്തില്ല. കുറേ അങ്ങോട്ടോടും കുറേ ഇങ്ങോട്ടോടും പുറത്ത് പോയി നോക്കും. ഭയങ്കര കളിയാണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണേ. ലാമിക്കുട്ടീൻ്റെ വണ്ടിയൊക്കെ പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വേറെയും പാക്കാക്കിയിട്ടുണ്ട്. കൈ കിട്ടിയൊക്കെ എടുത്ത് സഞ്ചിയിലാക്കിയിട്ടുണ്ട് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ലാമിക്കുട്ടി ഉത്സിത പ്രവർത്തികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറേ സമയം ലാമി ഇങ്ങനെ കളിച്ച് കുറേ ഉപ്പച്ചിനെ നോക്കും, കുറേ നേരം കളിക്കും. ഉപ്പച്ചിനെ കാണുന്നില്ല. ഏതായാലും നോക്കി ലാമിക്കുട്ടി ക്ഷീണിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ കണ്ടോട്ടോ ലാമിക്കുട്ടി ഭയങ്കര സങ്കടത്തിൽ നോക്കിയിരിക്കുന്നത് കാണാം. ഇവിടുന്നൊക്കെ കുറേ സമയം കളിക്കുകയാണ്. ലാമിക്കുട്ടീൻ്റെ കണ്ണ് കണ്ടാലറിയാം. ഇത്താത്ത കണ്ണ് എഴുതി കൊടുത്തിട്ടേ അപ്പം തന്നെ കൈ കൊണ്ട് വെച്ച് തേച്ചതാ. കണ്ടോ, കറുത്ത് കരി പടർന്ന മാതിരി. നമ്മൾ പോകുമ്പോൾ നമ്മൾ തുടച്ചെടുത്തിട്ടാണ് പോയത്. കുറേ സമയമായി ഇപ്പച്ചിനെ നോക്കിയിരിക്കുന്നത്. അകത്തുനിന്ന് നോക്കിയിട്ട് ഒക്കെ ക്ഷീണിച്ച് പുറത്ത് വന്നിരിക്കുകയാണ് ഇപ്പച്ചിനെ നോക്കിയിട്ട്. ഇപ്പച്ചിനെ കാണാനായിട്ട് സങ്കടം വന്നിട്ടോ. ഇരിക്കുന്ന ഇരുത്തം കാണുന്ന നമുക്കും സങ്കടം തോന്നും കേട്ടോ. എന്തൊരു പാവാന്ന് നോക്കണം. എത്ര നേരമായി നോക്കിയിരിക്കുന്നതെന്നാ. പാവം നോക്കിയിരുന്ന് മതിയായി കുട്ടിക്ക്. ഇനി ഇത്രയും നേരം ഇരുന്ന് നോക്കില്ല, ഇനി കുറച്ച് സമയം കിടന്ന് നോക്കട്ടെ. ലാമിക്കുട്ടി ഏകദേശം ഉറങ്ങുന്ന സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ക്ഷീണമൊക്കെ കേട്ടോ. അങ്ങനെ അവിടെ കുറേ സമയം കിടന്നിരുന്നു. പിന്നെ ഞാൻ അവിടെ ചവിട്ടിയിൽ എങ്ങനെ കിടത്തുകയെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കണ്ണൊക്കെ തുടച്ച് ഒക്കെ കഴുകിയൊക്കെ കൊടുത്ത്. ലാമിക്കുട്ടീൻ്റെ ഉപ്പച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പച്ചി എത്തിയ സന്തോഷമാണ് ഈ കാണുന്നത്. ഉപ്പച്ചി പിന്നെ കുറച്ച് ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ക്യാമറേൻ്റെ മുന്നിലേക്കൊന്നും പ്രത്യക്ഷപ്പെടില്ല. ലാമിക്കുട്ടീൻ്റെ ഉപ്പച്ചിൻ്റെ വണ്ടിയാണ് കാണുന്നത്. പിന്നെ ഇത് ലാമിക്കുട്ടീൻ്റെ മൂത്താപ്പാൻ്റെ മോളാണ്. ലാമിക്കുട്ടീനെ എടുത്തുകൊണ്ടായത്. അന്നപാട് ഓള് കണ്ടപ്പോൾ അങ്ങ് എടുത്തുകൊണ്ട് പോയെന്നേ ഉള്ളൂ. പിന്നെ ഓരെല്ലാവരും കയറിയിരുന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോയത്. പിന്നെ എപ്പോഴും തിരക്ക് എന്ന് പറയുന്ന ആൾക്കാർക്ക് അധികം നിൽക്കാൻ പൊതുവെ അങ്ങനെയാണല്ലോ. നമ്മളെ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിരിക്കും. അവർക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. നമ്മളിതാ വരികയാണ്. ഇത് വൈറ്റ് ഹൗസാണ് കേട്ടോ, ഓടുങ്ങാക്കാട് പള്ളീൻ്റെ അടുത്തുള്ള. എപ്പോഴും അവിടെ കയറി ഒരിക്കൽ ഭക്ഷണം കഴിക്കണമെന്ന് ഒരു വലിയൊരാഗ്രഹമാണ്. ഒരിക്കൽ പോകണം. അങ്ങനെ നമ്മൾ വന്ന് ഒടുങ്ങാക്കാട് പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ കൂടുതൽ വിഷ്വൽസ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ബോറടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ വലിച്ചു നീട്ടി വീഡിയോ ചെയ്യാത്തത് കേട്ടോ. വന്ന് ചുരത്തിലെത്തിയിട്ടുണ്ട്. ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വലിച്ചു നീട്ടാതെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുതേ.